ിലേക്ക് സ്വാഗതം. ഇന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പച്ചടി ഉണ്ടാക്കുന്നത്. അത് കാച്ചിൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കാച്ചിലിൻ്റെ ഒരു 1/4 ഭാഗം എടുത്ത് ഇതുപോലെ കഷ്ണമാക്കി അരിഞ്ഞത്, ഒരു പച്ചമുളക്, കാമുറി തേങ്ങ, ഒരു നുള്ളി ജീരകം, പിന്നെ കടുക് വറുക്കാൻ കരിയാപ്പില, ശകലം ഉപ്പ്, ഒരു 1/2 കപ്പ് തൈര്, തേങ്ങയോട് അരയ്ക്കാൻ കടുക്. ഇതുണ്ടാക്കുന്ന വിധം: ഒരു പച്ചമുളക് എടുത്ത് ഇങ്ങനെ വട്ടത്തിൽ കണ്ടിച്ചിടുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വേവിക്കാൻ വെക്കുക. ഇനി ഇത് അരച്ചെടുക്കാം. ജീരകവും കൂടാതെ ഒന്ന് നല്ലപോലെ അരച്ചെടുക്കട്ടെ. നമുക്ക് ഇതിനകത്തിൽ അരച്ച അരപ്പ് ചേർക്കാം. തേങ്ങയും ജീരകവും കൂടെ നല്ലതുപോലെ അരച്ച 1 സ്പൂൺ കടുകിട്ട് ചതച്ചെടുത്തതാണ്. ഈ തേങ്ങ ചേർക്കുകയാണ്. തിളച്ച് ഒന്ന് പറ്റണം. ഇതൊന്ന് കുറുകണം. ഇത് നല്ലതുപോലെ തിളച്ച് കുറുകണം. എടുത്തുകൊണ്ടിരിക്കണം. ഇത് നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ട് വേണം ഒഴിക്കാൻ ഇതിനകത്തിലോട്ട്. എന്നിട്ട് പിന്നെ നമുക്ക് കടുക് താളിച്ചിടണം. പച്ചടി ചെറിയ തീയിൽ വേണം കിടന്ന് കുറുകണം. കുറുകിയെങ്കിൽ തൈര് ഇവിടെ ചേർത്ത് കഴിയുമ്പം അത് പ്ലേറ്റ് വിളമ്പിയാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒഴുകി പോകാതിരിക്കത്തക്കവണ്ണം കുറുകിയിരിക്കണം. ഇതിൻ്റെ കാച്ചിലും തേങ്ങായും കൂടി വെന്ത് ഒരുമാതിരി കുറുകി വന്നിരിക്കുകയാണ്. കുറുകിനി അതിലോട്ട് 1/2 കപ്പ് തൈര് ചേർക്കാം. അതിലോട്ട് 1/2 കപ്പ് തൈര് ഒഴിച്ച് ചേർത്തു. ചെറിയ തൈര് ചേർത്തിളക്കി വാണനി ഇതിന് ചെറിയ ചൂടായി. കടുക് വറുക്കാൻ വേണ്ടി ഇച്ചിരി വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിക്കുകയാണ്. ശകലം കടുകിട്ട് കിട്ടാൻ വേണ്ടി ഒന്നും കൂട്ട് അരിഞ്ഞത് കുരുവിടാന്നരിഞ്ഞ് 2 വറ്റൽമുളകിട്ട് വറ്റൽമുളകും കൂടെ മുളച്ച് വരുമ്പം നല്ല
നല്ലതുപോലെ രണ്ട് മൂക്കണം. മൂത്ത് കഴിഞ്ഞിട്ട് കരിയാപ്പില അങ്ങോട്ട് ഇട്ട് ഒന്ന് വാടാകും. കരിയാപ്പില ഇടുന്നു. കരിയാപ്പില ഒത്തിരി അങ്ങ് മൂത്ത് പോകരുത്. കരിയാപ്പില ഒത്തിരി മൂക്കാതെ കടുക് നല്ല കടുക് ഇടുന്ന വരും. അത് കടുക് കരിയാപ്പില ഇട്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഈ കത്തിക്ക പച്ചടി ഒന്ന് വെച്ച് നോക്കണം എല്ലാവരും. എന്നിട്ട് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കത്തിക്ക തൈര് പച്ചടി റെഡി. ഒരു മിനിറ്റ് ഒന്ന് കടുക് വറുത്തിട്ട് ഒന്ന് ഇളക്കണം. ഇളക്കിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. എന്നാലേ അതിൻ്റെ മണം പുറത്ത് പോകാതിരിക്കാൻ തക്കവണ്ണം.